ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ദിലീപിനെ ഇപ്പോൾ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദിലീപിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആലുവ സബ് ജയിലിലേക്കാണ് ദിലീപിനെ കൊണ്ടുപോകുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് ജോജോ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം. സാർ, എന്താണ് ഇന്ന് കോടതിയിൽ ഇന്ന് ദിലീപിനെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞതെന്താണ്? ഇന്ന് പുതുതായിട്ട് ദിലീപിൻ്റെ അഡ്വക്കേറ്റായ രാംകുമാർ സാറ് ദിലീപ് ഉപയോഗിച്ചിരുന്ന 2 മൊബൈലുകൾ കോടതിയിൽ സമർപ്പിച്ചു. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉയർന്നു, എന്തുകൊണ്ടാണ് അത് ഇതുവരെ പോലീസ് കസ്റ്റഡിയിലേക്ക് ഈ മൊബൈൽ കൊടുക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. അപ്പോൾ രാംകുമാർ സാറിൻ്റെ വിശദീകരണം, അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് പോലീസിനെ അത് ഏൽപ്പിക്കാതിരുന്നത് എന്നായിരുന്നു രാംകുമാർ സാറിൻ്റെ കോടതിയോടുള്ള പ്രതികരണം. വീണ്ടും തുടർന്നുള്ള ഒത്തിരി അന്വേഷണങ്ങൾക്ക് ജാമ്യം നൽകിയാൽ അത് തെളിവുകൾ നശിപ്പിക്കുന്നതിനും മറ്റു തരത്തിലുള്ള എൻക്വയറികൾക്കും മറ്റ് എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനെയും അത് ബാധിക്കുമെന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ജാമ്യം നിഷേധിച്ചത്. അദ്ദേഹത്തിന് അടുത്ത 25-ാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകാനായിട്ട് കോടതി തീരുമാനിച്ചു. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും കോടതി പറഞ്ഞിട്ടില്ല. അത് ഓർഡർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അത് പറയാൻ പറ്റത്തുള്ളൂ. സാഹചര്യം തീർച്ചയായിട്ടുമുണ്ട്. ദിലീപിന് ഹൈക്കോടതിയെ ജാമ്യത്തിന് വേണ്ടി സമീപിക്കാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള റൈറ്റുമുണ്ട്, അതിനുള്ള അവസരങ്ങളുമുണ്ട്. ഇപ്പോൾ ദിലീപിന് ഹൈക്കോടതിയെ സമീപിച്ചാൽ ജാമ്യം കിട്ടും. ഇപ്പോൾ 20 വർഷം വരെ തടവ് കിട്ടാനുള്ള സാധ്യതയുള്ള കേസാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? സാധ്യതകളെ കുറിച്ച് ഒന്നും ഇപ്പോൾ വ്യക്തമായിട്ട് പറയാനായിട്ടുള്ള അവസരമായിട്ടില്ല. കാരണം പല കാര്യങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പല തെളിവെടുപ്പുകളും പല കാര്യങ്ങളൊക്കെ നടന്നു. ഇതെല്ലാം തന്നെ രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് പരസ്യമായിട്ട് ഒരു പ്രസ്താവന നടത്തുവാനായിട്ട് തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ സാധ്യമല്ല.